നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. ഈ ലോകം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിറങ്ങളും പൂക്കളും പച്ചപ്പും കിളികളും എല്ലാം തിരിച്ചറിയുന്നു. കണ്ണ് നമുക്ക് കാണിച്ചു തരുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുഖം മനസ്സിൽ പതിയുന്നു. എന്തെങ്കിലും കാഴ്ചകൾ അപ്രതീക്ഷമായ ഒരു ലോകത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, സങ്കല്പിക്കാനേ കഴിയില്ല അല്ലെ? മലപ്പുറം കോഴിക്കോട് ജില്ലകളെ അതിരിടുന്ന പ്രകൃതി രമണീയമായ പഴമ്പറമ്പ് കുന്നിൽ ഒരു അഗതി മന്ദിരമുണ്ട്. കാഴ്ചയില്ലാത്തവരുടെ ലോകമാണിത്. കീഴുപറമ്പ് പഞ്ചായത്ത് പരിധിയിലാണ് ഈ സ്ഥാപനം. ഈ സ്ഥാപനത്തെ കുറിച്ച് പറയുമ്പോൾ ഹമീദ് മാഷെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. കുനിയിൽ കൊട്ടുപുറം അബ്ദുൽ ഹമീദ് എന്ന നിഷ്കളങ്കനായ മനുഷ്യൻ അരീക്കോട് സുല്ലമുസലാം അറബിക് കോളേജ് സ്റ്റാഫായിരുന്നു ദീർഘകാലം. അതോടൊപ്പം തന്നെ നാട്ടിലെ കുരുന്നുകൾക്ക് ധാർമ്മിക ബോധം പകർന്നു നൽകുന്ന മദ്രസ അധ്യാപകനുമായിരുന്നു. അതിനാൽ തന്നെ നാട്ടുകാർ ഹമീദ് മൗലവി എന്നും ചിലർ മാഷെന്നും വിളിച്ചിരുന്നു ഈ സാധു മനുഷ്യനെ. വഴിയരികിലെ മുള്ള് നീക്കുന്നത് പോലും പുണ്യമാണെന്ന് പഠിപ്പിക്കുന്ന ഒരാൾക്ക് അഗതികൾക്ക് ജീവിക്കാൻ അവസരം കൊടുക്കുന്നത് ഏറ്റവും വലിയ നന്മയാണെന്ന് ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ലല്ലോ. അഗതി മന്ദിരത്തിന്റെ ചുമതല ഏറ്റെടുത്ത് പിന്നീട് തന്റെ അവസാന ശ്വാസം വരെ ഈ സ്ഥാപനത്തിന്റെ നിറഞ്ഞ വെളിച്ചമായിരുന്നു ഹമീദ് മാഷ്. ഹമീദ് മാഷെ കുറിച്ച് ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള അബ്ദുൽ റഷീദ് സാർ പറയുന്ന കുറച്ച് വാക്കുകളൊന്ന് കേൾക്കാം. ഈ സ്ഥാപനത്തിന്റെ തുടക്കം 1987 മുതൽ ഇവിടെ തുടങ്ങാൻ വേണ്ടി ശ്രമിച്ച് അതിന്റെ താഴെ കീഴുപറമ്പില് ഈ സ്ഥാപനം തുടങ്ങിയിരുന്നു. വാടക കെട്ടിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ ഈ സ്ഥാപനം ഇവിടെ ഈ ചോല കുടുംബം ഇവർക്ക് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് വേലായുധൻ എന്ന് പറയുന്ന ഒരു ബ്ലൈൻഡ് കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം പഠിക്കണ സമയത്ത് ഈ ചോല കുടുംബത്തിനോട് ഈ ഒരു സ്ഥലം ഇവർക്ക് വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം സൗജന്യമായ ഒരു ഏക്കറയും കുറഞ്ഞ വിലക്ക് വേറൊരു ഏക്കറയും 2 ഏക്കർ ഭൂമിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അന്ന് മുതൽ ഈ ഹമീദ് മാഷ് ഇതിന്റെ പിന്നിൽ കാര്യമായിട്ടുണ്ട്. എനിക്ക് കീഴ്പറമ്പിൽ 1-2 ബ്ലൈൻഡുകൾ കുളത്തറ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം അവിടെ വരികയും ഈ സ്ഥാപനം ഉണ്ടാക്കാനൊക്കെ അഹോരാത്രം പ്രതീക്ഷിക്കും. അദ്ദേഹം അരീക്കോട് സുല്ലം കോളേജിലെ ക്ലർക്കായിരുന്നു. അതിനുശേഷം അദ്ദേഹം 2016 മുതൽ ഫുൾ ടൈം ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. അങ്ങനെ അഡ്മിനിസ്ട്രേറ്ററായി വന്നതിന് ശേഷം ഹമീദ് മാഷ് ഈ ഒരു സ്ഥാപനത്തെ ജനകീയമാക്കി. എല്ലാ കല്യാണങ്ങളിലും സമയങ്ങളിലും അതേപോലെ തന്നെ കുടുംബങ്ങളിൽ സംഘടനകളിൽ അതേപോലെ ക്ലബ്ബുകളിലൊക്കെ ഈ സ്ഥാപനത്തെ പരിചയപ്പെടുത്തി. അപ്പോൾ അവരുടെ ഒക്കെ വകയായിട്ട് അവർ മരണാനന്തര ചടങ്ങുകൾ വീട്ടിൽ നടക്കും, ഈ സ്ഥാപനത്തെ കൂട്ടും. വിവാഹവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് ഈ സ്ഥാപനത്തെ കൂട്ടും. അതേപോലെ സംഘടനകളൊക്കെ മീറ്റിങ്ങുകളും വകയിലൊക്കെ ഈ സ്ഥാപനത്തെ കൂട്ടും. അങ്ങനെ ഇതൊരു ജനകീയ സ്ഥാപനമാക്കി മാറ്റി എന്നുള്ളതാണ് ഹമീദ് മാഷ് ഏറ്റവും വലിയ പ്രത്യേകത. അതിനുശേഷം പിന്നെ ഈ പരിസരത്തുള്ള ആളുകൾ ഈ സ്ഥാപനത്തെ ഏറ്റെടുത്തു. ഇതാണ് നാണുചേട്ടൻ. നാണുചേട്ടൻ ഇവിടുത്തെ ഫസ്റ്റ് മെമ്പറാണ്. അപ്പോൾ ഫസ്റ്റത്തെ ആളായതുകൊണ്ട് ഒരുപാട് അനുഭവങ്ങൾ എന്തായാലും അദ്ദേഹത്തിന് ഉണ്ടാവും എന്നുള്ളതുകൊണ്ടും അദ്ദേഹത്തിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നാണുചേട്ടൻ നോമ്പൊക്കെ നോച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നാണുചേട്ടനോട് ചോദിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടാലോ. ഇവിടെ തുടങ്ങിയ സമയത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു. 2009 നവംബർ 1 സ്റ്റാർട്ട് ചെയ്ത്. ആ സമയത്ത് ഞാൻ മാത്രം എത്തിയിട്ടില്ല. ഇതിന്റെ സന്ദേശങ്ങൾ എല്ലാവരും എത്തിയിട്ടില്ലല്ലോ. അതുകൊണ്ട് അന്നിവിടെ ഇതുപോലെ അധികം സ്റ്റാഫുകളൊന്നും ഇല്ല. ഒരു സൂപ്പർവൈസറും ഒരു സ്വീപ്പറും ഒരു കുക്കും ഉണ്ട്. 3 പേരുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പിന്നെ എല്ലാ വർഷവും വാർഷികമൊക്കെ വെച്ച് ഇതിന് സന്ദേശങ്ങൾ ജില്ലയിൽ എല്ലായിടത്തും എത്തി. അങ്ങനെ എത്തിച്ചപ്പോൾ ഇതുപോലെ ആൾക്കാർ വരാൻ തുടങ്ങി. ജനങ്ങളെ ഏറ്റെടുത്തു ഈ സ്ഥാപനത്തെ. ഈ മലപ്പുറം ജില്ലയായതുകൊണ്ട് ജനകീയ കൂട്ടായ്മയിലൂടെയാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. ഓരോ ദിവസത്തെ ചെലവും ഓരോ ആളുകളുടെ സംഭാവനയായിട്ട് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് സംഘടന ഉണ്ട്, കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്. അതിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇപ്പൊ വന്നിട്ടുണ്ട്. പിന്നെ നോമ്പോറുമായി ബന്ധപ്പെട്ട് വന്നു. ജനറൽ സെക്രട്ടറി ഹക്കീം അബ്ദുൾ ഹക്കീം, അത് റിട്ടയർഡ് അധ്യാപകൻ തിരുവനന്തപുരത്ത് സ്കൂളില്. നാണുചേട്ടൻ പറഞ്ഞ ഹക്കീം സാറോട് ഞാൻ ഈ സ്ഥാപനത്തിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് കേൾക്കാം. ഈ സ്ഥാപനം കാഴ്ചയില്ലാത്ത ആരോരുമില്ലാത്തവരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച സ്ഥാപനമാണ്. ഇതിൻ്റെ മാനേജ്മെൻറ്റ് കാഴ്ചയില്ലാത്തവർ മാത്രമാണ്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്ന് പറയുന്ന കാഴ്ചയില്ലാത്തവരോട് അത് മാത്രമായിട്ടുള്ള പ്രസ്ഥാനമാണ് ഈ സ്ഥാപനം നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ ജനങ്ങളുടെയും സാമൂഹ്യ സന്നദ്ധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നിർലോഭമായ സഹായം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്.
അപ്പോൾ ഒരു കാഴ്ചയില്ലാത്ത വ്യക്തി, ആരോരുമില്ലാത്ത വ്യക്തി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവരുടെ എല്ലാ സംരക്ഷണവും ഏറ്റെടുക്കും. ഏതെങ്കിലും കാരണവശാൽ അവർക്ക് ദാരുണമായ മരണം വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ പോലും, വീട്ടുകാർ വന്നില്ലെങ്കിൽ പോലും ഞങ്ങൾ തന്നെ അവരവരുടെ ആചാരപ്രകാരം അവരുടെ കുടുംബത്തിൻ്റെ സംരക്ഷണം അവരുടെ സമ്മതപ്രകാരം ഞങ്ങളത് നിർവഹിക്കുന്നുണ്ട്. നിരന്തരമായിട്ടുള്ള കാഴ്ചയില്ലാത്തവരെ സംരക്ഷിക്കുന്ന അഗതി മന്ദിരമാണ് ഈ കീഴ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനം. അപ്പോൾ സാർ ഇവിടെ ഒരു കിണറിന്റെ ഒരു പദ്ധതിയെ കുറിച്ച് പറഞ്ഞു. അതായത് ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും രസകരമായ കാര്യം ഇവിടെ ആവശ്യത്തിന് ജനങ്ങളിൽ നിന്ന് ഭക്ഷണം കിട്ടുന്നുണ്ട്, AC ഉണ്ട്, എല്ലാവിധ അടിസ്ഥാന സൗകര്യമുണ്ട്. പക്ഷെ വെള്ളം ഇല്ല. അതിന് കാരണം ഇവിടുത്തെ ഈ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതയാണ്, ഉയർന്ന ഭാഗത്തുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇത് കേട്ടറിഞ്ഞ് ഇതിന്റെ താഴ്ഭാഗത്തുള്ള ഒരു പുഴയുടെ അടുത്ത് ഒരു സ്ഥലം ഒരാൾ ദാനം ചെയ്യുകയും അതിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട്, അവിടെ കിണർ കുഴിച്ച് വെള്ളം ഇങ്ങോട്ട് എത്തിക്കുന്ന ഒരു പദ്ധതിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആരോരുമില്ലാത്തവർ വെള്ളമില്ലാത്ത അവസ്ഥയിൽ എവിടേക്ക് പോകും? അവർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് വെള്ളത്തിൻ്റെ സർവീസ് കിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സഹായത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കിണർ കുഴിക്കണം, ആ കിണറിൽ നിന്നുള്ള വെള്ളം ഇവിടേക്ക് എത്തിക്കണം. അപ്പോൾ ഇവിടെ ഈ സ്ഥലത്ത് തന്നെ ഞങ്ങൾ 3-4 കുഴൽക്കിണർ കുഴിച്ചെങ്കിലും പരാജയപ്പെട്ടു, വെള്ളമില്ല. ഇവിടെ എന്തായാലും വെള്ളം ഉണ്ടാകും, കാരണം ഒരു പുഴയുടെ തീരാണ്, ഒരു വയലിൻ്റെ ഭാഗമാണ് ഈ സ്ഥലം കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് നമുക്ക് വെള്ളം കിട്ടുമെന്നുള്ള ഷുവറാണ്. അപ്പോൾ ആ വെള്ളം ഇങ്ങോട്ട്, സമൃദ്ധിയായി കിട്ടുന്ന വെള്ളം ഇങ്ങോട്ട് എത്തിക്കുക എന്നുള്ളതാണ് പദ്ധതി. അപ്പോൾ അതിന് കിണർ കുഴിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള സ്പോൺസർഷിപ്പാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ വളരെ അനുഗ്രഹീതമായിട്ടുള്ള ഈ മാസത്തിൽ ഈ സഹായത്തിന് വേണ്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്നാണ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന പേരിൽ എനിക്ക് അറിയിക്കാനുള്ളത്. ഞങ്ങൾ ഇത്തരത്തിലുള്ള സ്ഥാപനം കോഴിക്കോട് നടത്തുന്നുണ്ട്. അത് തൊഴിൽ പരിശീലനം കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ ഇത്തരത്തിൽ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അത് കുണ്ടായിത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇതെല്ലാം നടത്തുന്നത് കാഴ്ചയില്ലാത്തവർ മാത്രമാണ് എന്നുള്ളതാണ്. സഹായങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്നു, ഞങ്ങളത് നടത്തുന്നു എന്നുള്ളതാണ്. ഇതാണ് അബ്ദുൽ റഷീദ് സാർ, ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററാണ്. അപ്പോൾ സാറോട് നമ്മൾ ഈ സ്ഥാപനത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടെ ഒന്ന് കേൾക്കാം. ഇത് അഗതി മന്ദിരം എന്ന് പറഞ്ഞാൽ ശരിയാണ്, അഗതികളാണ് ഇവിടെ ഉള്ളത്. അഗതികളിൽ പിന്നെ കണ്ണ് കാണാത്ത ആളുകൾ കൂടിയാണ്, കണ്ണ് കാണാത്ത അഗതികളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര് കാഴ്ചയില്ലാത്തവരുടെ അഗതി മന്ദിരം എന്നാണ്. ഇതിൻ്റെ നടത്തിപ്പ് എന്ന് പറയുന്നത് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്ന് പറയുന്ന കണ്ണ് കാണാത്തവരുടെ മാത്രം സംഘടന. അതിൻ്റെ സംസ്ഥാന കമ്മിറ്റി നേരിട്ട് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. ഇവിടെ ഇപ്പോൾ നിലവിൽ 26 സ്ത്രീകളും 15 പുരുഷന്മാരുമായി 41 പേര്. കഴിഞ്ഞ മാസം 2 ആള് മരണപ്പെട്ടു പോയി. ഇവിടെയുള്ള ആളുകൾക്ക് സ്വന്തക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വന്തക്കാരുണ്ട്, പക്ഷെ അവർ നോക്കുന്നില്ല. സ്വന്തക്കാരില്ലാത്ത ആളുകളുണ്ട്. ചില ആളുകൾക്കൊക്കെ ഇങ്ങനെ വീട്ടിൽ പോയി വരുന്ന ആളുകളൊക്കെ ഉണ്ട്. പിന്നെ കുടുംബം ഇവരെ കണ്ണ് കാണാത്തത് കൊണ്ട് ഇവർക്ക് ഏകാന്തത വലിയ പ്രശ്നം. ഏകാന്തതയാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ആ ഏകാന്തത ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നമുക്ക് ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവരൊരു കുടുംബമായി ഇവിടെ കഴിയും. ഇവര് മാനന്തവാടി സ്വദേശിയാണ് രാധ. ഇവരിവിടുത്തെ ഒരു മാനന്തവാടിയാണ്. ഇവര് നമ്മള് ഈ സ്ഥാപനത്തിൻ്റെതായിട്ട് അരീക്കോട് കുടുംബജല ഓർമ്മ പഞ്ചായത്ത് കുടുംബശ്രീ ബന്ധപ്പെട്ട് കുട നിർമ്മാണം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കുട നമ്മള് അതിന്റെ മെറ്റീരിയൽ വാങ്ങിയിട്ട് ഇവർക്ക് കൊടുക്കും. ഇവരാ കുട നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് കിട്ടും, ഒരു ചെറിയൊരു റിമ്യൂണറേഷൻ ആയിട്ട് കൂലി ഇവർക്ക് കിട്ടും. ആ കുട നമ്മൾ വിൽക്കും, ആളുകൾക്കൊക്കെ വിൽക്കും. കുട നമ്മൾ കൊടുക്കുന്നത്, ഒരു കുടക്ക് നമ്മൾ കൊടുക്കുന്നത് 350 രൂപക്ക്. നമ്മൾ 400 റുപ്യക്കാണ് എല്ലാവരും കൊടുക്കല്, നമ്മൾ 50 റുപ്യ കുറച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനം ഇവർക്ക് ഒരു തൊഴിൽ ചെയ്യട്ടെ എന്നുള്ള നിലക്ക് ഫ്രീ ടൈമിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു പരിശീലനം ഇവിടെ നടത്തുന്നത്. കുറേ കുട ഉണ്ടായി കഴിഞ്ഞു, 100-200 കുട നമ്മളുടെ ചവിട്ടി ഉണ്ടാക്കും. ഇവര് ചെറിയ തുണി കൊണ്ടൊക്കെ ഉള്ള ചവിട്ടി ഉണ്ടാക്കും. അങ്ങനെ ചെറിയ ചെറിയ ജോലികളൊക്കെ എടുക്കുന്ന ആളുകളുണ്ട്, തീരെ ജോലി ചെയ്യാത്ത ആളുകളുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു ചുറ്റുപാട്. പിന്നെ ഇവർക്ക് ദുഃഖങ്ങളുണ്ടാവും, അതൊക്കെ മറന്നിട്ട് ഇവിടെ സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു ചുറ്റുപാട് ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതാണ് ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണം, വസ്ത്രം, മെഡിക്കൽ എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ ചെയ്തു കൊടുക്കും. ഇവിടേക്ക് ആളുകളെ സെലക്ട് ചെയ്യുന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇവിടെ ഈ എല്ലാ ജില്ലയിലും ജില്ലാ കമ്മിറ്റികളുണ്ട്, താലൂക്ക് കമ്മിറ്റികളുണ്ട്. അവർ കണ്ണ് കാണാത്ത ഒരാൾ ഏതെങ്കിലും ഒരു വീട്ടിലുണ്ടെങ്കിൽ ഇവർ അവരെ ബന്ധപ്പെട്ട് അവരുടെ സംഘടനയിൽ അംഗാക്കിയിരുന്നു.
അപ്പൊ ഇവരുടെ ക്ഷേമങ്ങൾ സംഘടനകൾ ഇടയ്ക്കിടയ്ക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കും. അപ്പൊ വീട്ടിൽ പ്രയാസമുള്ള ആളുകളാണെങ്കിൽ അവരെ സംഘടന ജില്ലാ കമ്മിറ്റിക്കും, ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്കും, സംസ്ഥാന കമ്മിറ്റി അത് ഓർഡർ ആക്കിയിട്ട് നമ്മളെവിടേക്ക് പറഞ്ഞേക്കും. ഇപ്പൊ സ്ത്രീകൾക്ക് മാത്രമാണെങ്കിൽ കോഴിക്കോട് എറണാകുളം ജില്ലയിൽ പോത്താനിക്കോട് ഒരു സ്ഥാപനമുണ്ട്, കോഴിക്കോട് കുണ്ടായിത്തോട് ഒരു സ്ഥാപനമുണ്ട്, ചെറുപ്പക്കാരായ ആളുകൾ. അവിടെ ആളുകൾ എത്തിച്ച് അവർക്ക് തൊഴിൽ പരിശീലനമൊക്കെ കൊടുത്ത് ജോലി പഠിപ്പിച്ച് അവർ അവിടുന്ന് വിടും. പഠനം വഴിയിൽ പൂർത്തിയായ ആളുകളാണെങ്കിൽ പഠനം നടത്തിയതാണ്. ഇവിടെ തന്നെ ജീവിതത്തിന്റെ ഒരു ഘട്ടം ജോലിയും മറ്റൊക്കെ കഴിഞ്ഞ ആളുകളാണ് ഇവിടെ. അതായത് പ്രായമായ ആളുകളായിരിക്കും കൂടുതലുള്ളത്, പ്രായമാകാത്ത ആളുകൾ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഈ സ്ഥാപനം. എൻ്റെ പേര് വിപിനച്ചൻ. ഇവിടെ വന്നത് 2021 ഡിസംബർ 9 നാട് കോട്ടയം ജില്ല പാല മേലുകാവ് ആയിരുന്നു എന്നേ ഞാൻ പറയുള്ളൂ. ആണോ? ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ആളുകളുടെ സ്നേഹമാണ്. നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇവരുടെ ആരൊക്കെയോ ആയി മാറിയ പോലത്തെ ഒരു ഫീൽ നമുക്ക് കിട്ടും ഇവരോട് സംസാരിക്കുമ്പോഴാണെങ്കിലും. പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ പാട്ട് പാടാൻ നല്ല ഇഷ്ടമുള്ള ആളുകളാണ്. എല്ലാവരും പാട്ടിനെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവർ 2-3 പേരൊക്കെ പാടിയ പാട്ട് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ കട്ട് ചെയ്യാതെ, എനിക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ടൊക്കെ ചെയ്യായിരുന്നു, പക്ഷെ കട്ട് ചെയ്യാതെ ഫുള്ളായിട്ട് ഇട്ടതാണ്. കാരണം അവരത്രയും ഇഷ്ടപ്പെട്ട് പാടിയ പാട്ടാണ്. അപ്പോൾ അത് ഫുള്ളായിട്ട് ഇതിൽ കിടക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഇവിടെ ആർക്കെങ്കിലും ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതേപോലെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിടാം. ഇനി നമുക്ക് ഇവിടെ ഉള്ളവരൊക്കെ പാടിയ പാട്ടുകളൊക്കെ ഒന്ന് കേട്ടു നോക്കാം. ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം വന്നു, വിളക്കുകൾ പാതി നിൽക്കവേ എന്തു നൽകുവാനെന്നെ കാത്തു നിന്നു നീ. പ്രസാദവും പങ്കുവയ്ക്കുവാനോടി വന്നതാണ് അമ്പലപ്പുഴെ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം ഓടി വന്നു. സാക്ഷിയായിലത്താലു ചാത്തിയൻ ആദ്യാനുരാഗം ധന്യമാകും മന്ത്രകോടിയിൽ ഞാൻ മൂടി നിൽക്കവേ ആദ്യാഭിലാഷം സഫലമാകും. നാനാളറിയെ കൈപിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നീക്കും. നാനാളറിയെ കൈപിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നീക്കും. യമുനാ നദിയായി ഉയരലിളകും നിലവിൽ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം എന്നെ ഓടി വന്നുവോ. ജന്മമായി ഞാൻ നോമ്പുനോൽക്കുമെൻ കൈവല്യമെല്ലാം കാഴ്ചവെക്കാം
വില്ലമ്പലപ്പോഴെ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെ ഓടി വന്നു കൽവിളക്കുകൾ പാടി മുങ്ങി നിൽക്കവേ എന്തു നൽകുവാനെന്നെ കാത്തു നിന്നു നീ തൃപ്രസാദവും മൗനചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണ് ഞാൻ രാഗചന്ദനം എന്റെ നെറ്റിയിൽ തൊടാ കോപകന്യയായോടി വന്നതാണ് നീ അപ്പോൾ ഈ പാട്ട് പാടിയ ആളാണ് രാധേച്ചി. പിന്നെ ഇത് കഴിഞ്ഞിട്ട് അടുത്തത് നമുക്ക് നമ്മളെ വിപിൻ ചന്ദ്ര ചേട്ടന്റെ പാട്ടൊന്ന് കേട്ടോക്കാം. പിന്തരവാനും കണ്ണാനിന്നൊരു വിളക്കാവട്ടെ എന്റെ ജന്മം കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുണ്ട് കർപ്പൂരമാവട്ടെ എന്റെ ജന്മം നെയ്യാറ്റിൻ പരവാഴും കണ്ണാനിൻ മുന്നിലൊരു വിളക്കാവട്ടെ എന്റെ ജന്മം കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുണ്ട് കർപ്പൂരമാവട്ടെ എന്റെ ജന്മം. പാടുന്ന തോന്നൂലല്ലേ അത്. ഓങ്കാരം മുഴക്കുന്ന പൈക്കളെ മേയ്ക്കുവാൻ ഓരോ മനസ്സിലും നീ വരുന്നു. ഓങ്കാരം മുഴക്കുന്ന പൈക്കളെ മേയ്ക്കുവാൻ ഓരോ മനസ്സിലും നീ വരുന്നു. നിന്റെ പുല്ലാങ്കുഴൽ പാട്ടിൽ പ്രപഞ്ചം നന്ദിനി പശുവായി തീരുന്നു. നിന്റെ പുല്ലാങ്കുഴൽ പാട്ടിൽ പ്രപഞ്ചം നന്ദിനി പശുവായി തീരുന്നു. അകിടു ചുരത്തുമൻ ജീവനു നീ മോക്ഷ കറുക നാം വേകുമോ കണ്ണാ കായാമൂതൊഴുകിൽ വർണ്ണ. നെയ്യാറ്റിൻ കരവാഴും കണ്ണാനിൻ മുന്നിലൊരു വിളക്കാവട്ടെ എന്റെ ജന്മം കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുമ്പ് കർപ്പൂരമാവട്ടെ എന്റെ പോയി ഗോവർദ്ധനമായി മണ്ണിന്റെ ദുഃഖം നീ വിരൽ തുമ്പാളുയർത്തുന്നു. ഗോവർദ്ധനമായി മണ്ണിന്റെ ദുഃഖം നീ വിരൽ തുമ്പാളുയർത്തുന്നു. നിന്റെ മന്ദസ്മിത ഒളിരിൽ പ്രപഞ്ചം നിത്യവസന്തമായി തീരുന്നു. നിന്റെ മന്ദസ്മിത ഒളിരിൽ പ്രപഞ്ചം നിത്യവസന്തമായി തീരുന്നു. തൊഴുതു നിൽക്കുന്നൊരു ജീവനു നീയൊരു തിരിവെളിച്ചം തരു കണ്ണാ താമര താരികൾ കണ്ണാ
നെയ്യാറ്റിൻകരവാരും കണ്ണാനിൻ മുന്നിലൊരു നെയ്വിളക്കാവട്ടെ എൻ്റെ ജന്മം. കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുമ്പിൽ കർപ്പൂരമാവട്ടെ എൻ്റെ ജന്മം. കർപ്പൂരമാവട്ടെ എൻ്റെ ജന്മം. കർപ്പൂരമാവട്ടെ എൻ്റെ ജന്മം. പിന്നെ ഇവരുടെ അടുത്ത് നമ്മൾ പാട്ടൊക്കെ പാടുമെന്നൊക്കെ ചോദിച്ചു. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പോൾ പാട്ട് പാടുമെന്നൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവരും വേഗം കരോക്കേൻ്റെ അതൊക്കെ എടുത്ത് വന്നു, പാട്ട് പാടാൻ താല്പര്യമുള്ളവരൊക്കെ. അപ്പോൾ പിന്നെ ഇവരൊക്കെ നല്ല ഹാപ്പിയാണ്. ഇവിടെ എല്ലാവരും നല്ല ഹാപ്പിയിൽ പോകുന്ന ആളുകളാണ്. അപ്പോൾ ഇവരുടെ ഈ ഹാപ്പിനെസ് ഒക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആവശ്യമില്ലാത്ത കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊന്നും സങ്കടപ്പെട്ടിരിക്കാൻ ഉള്ള അവകാശം ഇല്ല എന്ന് തോന്നും. അതേപോലെ ഇവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു എനർജി കിട്ടിയൊരു ഫീല് വരും. സോ കഴിയുന്നതും ഇങ്ങനെയുള്ള ആളുകളെയും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് നമുക്കും കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാനും ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാനും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ചന്ദ്രകാന്തം കൊണ്ട് നാലുകെട്ട് അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നോ ഞാൻ. ചന്ദ്രകാന്തം കൊണ്ട് നാലുകെട്ട് അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നോ ഞാൻ. നമുക്കായി പണിയും സ്വർഗത്തിൽ ആകാശഗംഗൈ പാമ്പൽക്കുളം. ചന്ദ്രകാന്തം കൊണ്ട് നാലുകെട്ട് അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നോ ഞാൻ. പെണ്ണിന്റെ വെണ്ണിലപ്പാൽക്കുടം നീയൊന്ന് തൊട്ടപ്പോൾ പെയ്തു പോയി. ആതിര പെണ്ണിന്റെ വെണ്ണിലപ്പാൽക്കുടം നീയൊന്ന് തൊട്ടപ്പോൾ പെയ്തു പോയി. മഴവിൽ തമ്പുരു മീട്ടുമ്പോൾ എൻ സ്നേഹസ്വരങ്ങൾ പൂമഴയായി. സ്നേഹസ്വരങ്ങൾ പൂമഴയായി. പാദസരം തീർക്കും പൂഞ്ചോല നിന്നണിക്കുമ്പിളിൽ മുത്തുകളായി. ഋതുക്കൾ നമുക്കായി പണിയും സ്വർഗത്തിൽ ആകാശഗംഗൈ പാമ്പൽക്കുളം. ചന്ദ്രകാന്തം കൊണ്ട് നാലുകെട്ട് അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നോ ഞാൻ. അത് തീരെ അറിയാം. കുങ്കുമം ചാർത്തിയ പൊന്നുഷസന്ധ്യത ആസന്ത നീരാളം നീ അണിഞ്ഞോ. കുങ്കുമം ചാർത്തിയ പൊന്നുഷസന്ധ്യത ആസന്ത നീരാളം നീ അണിഞ്ഞോ. മഞ്ഞിൽ മയങ്ങിയ താഴ്വരയിൽ നീ കാനന ശ്രീയായി തുളുമ്പി വീണോ. കാനന ശ്രീയായി തുളുമ്പി വീണോ. അമ്പരം ചുറ്റും വലതു വയ്ക്കാൻ നാം ഒരു വെണ്ണേകത്തേറിലേറി. ഋതുക്കൾ നമുക്കായി പണിയും സ്വർഗത്തിൽ ആകാശഗംഗൈ ആമ്പൽക്കുളം. ചന്ദ്രകാന്തം കൊണ്ട് നാല്
കോലുകെട്ട് അതിൽ ചന്ദന അടിയുള്ള പൊന്നോല. എൻ്റെ പേര് റോസ് തെലീമ. ഞാൻ ആലപ്പുഴ ജില്ല ചേർത്തല അർത്തിങ്കലാണ് എൻ്റെ വീട്. ഇവിടെ വന്നിട്ട് 1 വർഷം കഴിഞ്ഞ് സന്തോഷമായിട്ട് ഇൻഫർമേഷൻ. എൻ്റെ പേര് ശാന്ത. വീട് പാലക്കാട് ജില്ലയില് കോങ്ങാട് പറയും. ഞാൻ വന്നിട്ട് 8 മാസം. എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടം. ആ അവിടെ അടിപൊളി. എൻ്റെ പേര് CR രാവുണ്ണി. ഞാൻ 2024 ആഗസ്റ്റ് 9-ാം തീയതി. അടിപൊളിയാണ്. അതെ, എന്റെ ഒരു കാട് മൊത്തം ഇഷ്ടപ്പെട്ടു. വീടിനേക്കാളും നല്ല സുഖം ഇവിടെയാണ്. എല്ലാം പോയി. എനിക്ക് ചെപ്പ് വാങ്ങാം. കാലങ്ങളിൽ അവൾ വസന്തം, കലകളിലെ അവളോവിയം, മാതങ്ങളിൽ അവൾ മാർഗഴി, മലർകളിലെ അവൾ മല്ലികൈ. കാലങ്ങളിൽ അവൾ വസന്തം, കലകളിലെ അവളോവിയം, മാതങ്ങളിൽ അവൾ മാർഗഴി, മലർകളിലെ അവൾ മല്ലികൈ. കാലങ്ങളിൽ അവൾ വസന്തം. പേര് സുനിൽകുമാർ, കൊല്ലം. 10 വർഷമായി. ഇഷ്ടമായി. എന്റെ പേര് മേരിക്കുട്ടി. സുന്ദരിയാണല്ലോ. എവിടെ? നല്ല സുന്ദരിയാ. ചേച്ചി വീടെവിടാ? എന്റെ വീട് കോട്ടയം ജില്ല. പക്ഷെ കോട്ടയത്തൊന്നും വീടില്ല. ഇപ്പൊ ഇടുക്കി ജില്ലയില പിള്ളേര്, ചേച്ചിയുടെ മക്കള്. ഓക്കെ. പിന്നെ നമ്മളൊക്കെ ഇവിടെ കാണുക, സന്തോഷിക്കുക. ഓക്കെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും. നിങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. എന്റെ പേര് ഷീബ. ഷീബ. സ്ഥലം കൊല്ലം. കൊല്ലം. ഞാൻ ഇവിടെ വന്നിട്ട് 9 മാസമായി. എങ്ങനെയുണ്ട് ഇവിടെ? അടിപൊളിയല്ലേ? ഇവിടെ പൊളിയടി. പൊളിയടിയാണോ? പേര് സജിത. എവിടെ സ്ഥലം? എവിടെ? സ്ഥലം കൊണ്ടോട്ടി. കൊണ്ടോട്ടി. എങ്ങനെയുണ്ട് ഇവിടെ? ഇവിടെ നല്ലത്, സുഖമായിട്ട് പോണു. 16 വർഷമായി ഞാൻ വന്നിട്ട്. ആണോ? ഹാപ്പി ആണോ? 2009 വന്നത് ആണല്ലേ? ഓക്കെ. ഇനി ഈ ചേച്ചിയുടെ പേര്? ഞാൻ 1 വർഷമായി വന്നിട്ട്. എന്റെ പേര് പ്രേമ. പ്രേമ. ഓക്കെ. സുഖമാണ്. സുഖമാണ് അല്ലേ? എവിടെ സ്ഥലം? എവിടെ? പാലക്കാട്. പാലക്കാട്. ഓക്കെ. ഇനി ഇവിടെ? എന്റെ പേര് ആര്യാദേവി. ആര്യാദേവി. സ്ഥലം തൃശ്ശൂര്. ഞാനിവിടെ വന്നിട്ട് 8 വർഷമായി. അടിപൊളിയാണോ? ഓ, ഓക്കെ. സന്തോഷല്ലേ? ഓക്കെ, ശരി. എന്റെ പേര് വിജി. വിജി. വീട് വയനാട്. വയനാട്. ഞാൻ ഇവിടെ വന്നിട്ട് 6 മാസമായി. ആഹാ. ഓക്കെ. എങ്ങനെ ഇവിടെ? അടിപൊളിയാണോ? ഓ, അടിപൊളിയാണ്. ഓക്കെ. ഇനി ഈ അമ്മയുടെ പേര്? എന്റെ പേര് മെഹരസ്വതി. എവിടെ സ്ഥലം? എവിടെയാ? കൊട്ടാരക്കര. ആഹാ. എത്ര കാലം ഇവിടെ വന്നിട്ട്? 6 വർഷമായി. ഇവിടെ എങ്ങനെയാ? ഇഷ്ടമാണോ? കുഴപ്പമൊന്നുമില്ല. ഓക്കെ. പ്രാർത്ഥിക്കണം. ആയിക്കോട്ടെ. എന്തോ പേര്? എന്റെ പേര് മെഹർ. മെഹർ. എൻ്റെ കസിൻ്റെ സ്കൂളായിട്ടുള്ള ഫാത്തിമ ബി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയേഴ്സിൻ്റെ നോമ്പുതുറയുടെ പ്രോഗ്രാം ആയിരുന്നു ഇന്നിവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ഒരു നല്ല അടിപൊളി നോമ്പുതുറ പരിപാടിയും അതേപോലെ കട്ടിലുകളൊക്കെ ഇവർ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. പഴമ്പറമ്പിലെ പ്രകൃതി രമണീയമായ ഈ അന്തരീക്ഷത്തിൽ നല്ല കാറ്റും അതേപോലെ സ്നേഹത്തിൻ്റെ വാക്കുകളുമായി പ്രിയപ്പെട്ട അന്ധപരിമിതർക്കൊപ്പം നമ്മുടെ കൂടെ ജീവിക്കേണ്ടിയിരുന്ന ഈ പ്രിയപ്പെട്ടവർ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വളരെ നന്മ പ്രകാശമായിട്ട് നോമ്പെടുത്തുകൂടി നമ്മളോട് നമ്മളോട് ചേർന്നിരിക്കുകയാണ്. ഇവരൊക്കെ കൂടെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായ സന്തോഷം ജീവിതത്തിലെ നിർഗള നിമിഷമായി ബഷീർ പറഞ്ഞതുപോലെ ഞാൻ കാണുന്നു. താങ്ക് യു. ഇത് കൂമ്പാര സ്കൂളിലെ മലയാളം സാറായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരുപാട് ടീച്ചേഴ്സും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അവിടെ. പക്ഷേ നോമ്പുതുറയുടെ ഒക്കെ തിരക്കായതുകൊണ്ട് എല്ലാവരും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുപോലെയുള്ള പരിപാടികൾ നിങ്ങളുടെ ലൈഫിലെ നല്ല നല്ല മൊമെൻറ്റ്സ് ഒക്കെ ഇവരോടൊപ്പം ചേർന്ന് ആഘോഷിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്, അതേപോലെ ഇവിടെയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഇവിടെ വന്ന് ഇവരുടെ ഒപ്പം ഏതെങ്കിലും ഒരു മൊമെൻ്റെങ്കിലും നിങ്ങൾ ഇവരുടെ ഒപ്പം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം അത് നിങ്ങളുടെ ലൈഫിലും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. സന്തോഷമല്ലേ? അതുകൊണ്ട് സന്തോഷത്തിന്
നമ്മൾ ഭാഗമാക്കാവുന്ന എല്ലാ ആശംസകളും നമ്മുടെ പൂമ്പാറ ഫാത്തിമ ബി സ്കൂളിലെ NSS യൂണിറ്റ് നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടുത്തെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ സമയത്ത് എൻ്റെ ലൈഫിലുള്ള ഇനിയുള്ള എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ നല്ല മൊമെൻറ്റ്സും ഇവരോടൊപ്പം ചേർന്ന് ആഘോഷിക്കണം എന്നൊരു നല്ല തീരുമാനം എടുത്തിട്ടാണ് ഞാൻ ഇവിടുന്ന് പടിയിറങ്ങിയിട്ടുള്ളത്.